Hello. In the last video, we have learned treatment of dividend while preparing consolidated balance sheet. Here is a problem to learn treatment of revaluation of assets, dividend received from pre-acquisition profits, and remittance in transit. On 1st April 2014, S Limited issued 10% preference shares of Rs 1 lakh at par. On this date, S Limited's general reserve and surplus account showed balances of Rs 80,000 and 40,000 respectively. On July 5th, 2014, S Limited paid a final dividend of 12% on equity shares for the year ended 31st March 2014. So, S Limited 1st April 10% preference shares 1 ലക്ഷം രൂപയുടേത് ഇഷ്യൂ ചെയ്തു. Okay, on this date, അതായത് 1st April 2014, S Limited's general reserve and surplus account showed balances of Rs 80,000 and 40,000 respectively. General reserve 80,000 rupeesum, surplus account 40,000 rupeesum ഉണ്ട് എന്നാണ് പറയുന്നത്. 1st April opening balance ആണ് പറയുന്നത്. General reserve 80,000, surplus account 40,000. July 5th ആയപ്പോൾ S Limited paid a final dividend of 12% on equity shares for year ended 31st March 2014. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിലുള്ള ഡിവിഡൻഡ് അവർ പേ ചെയ്തു. ജൂലൈ 5th 2014 ഒരു 12% അവർ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, on 1st April 2014, H Limited acquired 80% equity shares in S Limited for Rs 3 lakh. So, 1st April തന്നെ H Limited acquired 80% shares in S Limited. S Limitedന്റെ ഷെയർസിൽ 80% ഷെയറും അക്വയർ ചെയ്ത് H Limited ഹോൾഡിംഗ് കമ്പനിയും S Limited സബ്സിഡറി കമ്പനിയുമായി. ഓക്കെ, on this date, അതായത് 1st April, machinery of S Limited was revalued at Rs 2,50,000. റീവാല്യൂ ചെയ്യുമല്ലോ, നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ റീവാലുവേഷൻ നടക്കാറുണ്ട്. സോ റീവാലുവേഷൻ നടത്തിയപ്പോൾ മെഷീനറിയുടെ വാല്യൂ 2,50,000 rupees ആണ്. നോ എൻട്രി ഫോർ ദിസ് വാസ് മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് എസ് ലിമിറ്റഡ്. എസ് ലിമിറ്റഡിൽ അങ്ങനെ ഒരു എൻട്രി ചെയ്തിട്ടില്ല. സോ 1st April 2014 എസ് ലിമിറ്റഡ് 10% പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു 1 lakh rupeesന്റെ. അതായത് ഒരു വർഷം 10% ഡിവിഡൻഡ് കൊടുക്കുന്ന 1 lakh rupeesനുള്ള പ്രിഫറൻസ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 1st April ജനറൽ റിസർവിൽ 80,000 rupeesum സർപ്ലസ് അക്കൗണ്ടിൽ 40,000 rupeesum ആണ് എസ് ലിമിറ്റഡിനുള്ളത്. ജൂലൈ 5 അവരൊരു ഫൈനൽ ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ട്. അത് ഏത് വർഷത്തെ പ്രോഫിറ്റിനാണ്? കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിനാണ്. 31st March 2014 വരെയുള്ള ആ ഒരു വർഷത്തെ പ്രോഫിറ്റിന്മേലാണ് 12% ഡിവിഡൻഡ് അവർ പേ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റാണ്. 1st April 2014, അതായത് ഈ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിന് മേലുള്ള ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ഈ വർഷം തുടക്കത്തിൽ തന്നെ April 1st തന്നെ അവർ എച്ച് ലിമിറ്റഡ് വന്ന് ഒരു 80% ഷെയർസ് അക്വയർ ചെയ്തു. 80% ഷെയർ അക്വയർ ചെയ്യാൻ 3 lakh rupees ആണ് എച്ച് ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ദിവസം തന്നെ മെഷീനറി റീവാല്യൂ ചെയ്തു 2,50,000 rupeesന് റീവാല്യൂ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. 10% ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എച്ച് ലിമിറ്റഡ് 8 lakh ആൻഡ് എസ് ലിമിറ്റഡ് 3 lakh. സോ ഈ സബ്സിഡറി കമ്പനിയായ എസ് ലിമിറ്റഡിന്റെ 3 lakh rupeesൽ 80% ഷെയർസും ആരുടെയാണ്? എച്ച് ലിമിറ്റഡിന്റെയാണ്. അതിൽ ബാക്കി 20% എന്ന് പറയുന്നത് ആരുടെയാണ്? മൈനോറിറ്റീസിന്റെയാണ്. പിന്നെ ഒരു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh. ഈ 1 lakh rupeesന് ഡിവിഡൻഡ് ഒരു വർഷം കൊടുക്കണം. ഓരോ വർഷവും 10% ഡിവിഡൻഡ് ആണ് കൊടുക്കേണ്ടത്. റിസർവ്സ് നോക്കാം. ജനറൽ റിസർവും സർപ്ലസും ഉണ്ട്. സബ്സിഡറി കമ്പനിയുടെ നോക്കാം. എസ് ലിമിറ്റഡിൽ 1,50,000 rupees ഉണ്ട്. 1,50,000 rupeesൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളോട് പറഞ്ഞു ജനറൽ റിസർവിൽ 1st April 80,000 rupees ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സോ ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും എന്താണ് റവന്യൂ റിസർവ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നത്. സർപ്ലസ് അക്കൗണ്ടിൽ അതേപോലെ സബ്സിഡറി കമ്പനിക്ക് 80,000 rupees ഉണ്ട്. ഈ ഷെയർസ് അക്വയർ ചെയ്യുന്ന ആ ഒരു ഡേറ്റിൽ അല്ലെങ്കിൽ 1st April തന്നെ ഈ സബ്സിഡറി കമ്പനിയുടെ സർപ്ലസിൽ
40,000 rupees ഉണ്ട് എന്നാണ് പറഞ്ഞത്. സോ ബാലൻസ് 40,000 എന്താണ്? റവന്യൂ പ്രോഫിറ്റ് ആണ്. Then loans ഒരു 1,10,000 rupees H Limited നാണുള്ളത്. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്, അൺക്ലെയിംഡ് ഡിവിഡൻഡ് നമ്മൾ പഠിച്ചതാണ്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് അതായത് ആരും ഇതുവരെ ഡിവിഡൻഡ് പേ ചെയ്തിട്ട് ആരും വന്ന് വാങ്ങിയിട്ടില്ല. എന്തായാലും അത് ഹോൾഡിംഗ് കമ്പനി അല്ല വാങ്ങാത്തത്. ഹോൾഡിംഗ് കമ്പനി ഈസ് ഹിയർ അല്ലേ. സോ അത് ഔട്ട്സൈഡേഴ്സ് ആണ്. അതിനെ നമുക്ക് മൈനോറിറ്റീസിനെ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആരോ ഔട്ട്സൈഡേഴ്സ് ആണ് അത് വാങ്ങിക്കാത്തത്. സോ അൺക്ലെയിംഡ് ഡിവിഡൻഡ് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 5 നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റീസ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്നിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ അൺക്ലെയിംഡ് ഡിവിഡൻഡ് അവിടെ കാണിക്കുകയും ഇല്ല. അസറ്റ്സ് നോക്കാം. മെഷീനറി, ഫർണിച്ചർ, ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ്. നമ്മൾ ക്വസ്റ്റ്യനിൽ വായിക്കുമ്പോൾ തന്നെ പറഞ്ഞു 80% ഷെയർസ് അക്വയർ ചെയ്യാൻ വേണ്ടി ഹോൾഡിംഗ് കമ്പനിയായ എച്ച് ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയായിരുന്നു? 3 lakh rupees ആണ്. സോ 80% ഷെയർസ് അക്വയർ ചെയ്യാൻ 3 lakh rupees ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ സ്റ്റോക്ക്, ലോൺ ടു എച്ച് ലിമിറ്റഡ്. ലോൺ ടു എച്ച് ലിമിറ്റഡ് സബ്സിഡറി കമ്പനി ഒരു 10,000 rupees ആർക്ക് കൊടുത്തിട്ടുണ്ട്? എസ് ലിമിറ്റഡിന് കൊടുത്തിട്ടുണ്ട്. സോ ഹോൾഡിംഗ് കമ്പനിയുടെ ലയബിലിറ്റി സൈഡില് ലോൺസ് ഉണ്ട് കണ്ടോ? ലോൺസ് 1,10,000. ഇതിൽ കുറച്ച് എമൗണ്ട് എന്താണ്? എസ് ലിമിറ്റഡിന് കൊടുക്കാനുള്ള ലോൺ ആണ്. നമുക്ക് നോക്കാം അതാണോ എന്ന്. ലോൺ ടു എച്ച് ലിമിറ്റഡ് 10,000. അപ്പൊ സബ്സിഡറി കമ്പനിക്ക് ഒരു 10,000 ഹോൾഡിംഗ് കമ്പനി എച്ച് ലിമിറ്റഡ് തരാനുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഡെറ്റേഴ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്. Further information. S Limited provided depreciation on machinery at 10% on written down value. No machine was sold or purchased during the year. അപ്പോൾ 10% depreciation ഉണ്ട്. 10% depreciation കഴിച്ചുള്ള എമൗണ്ട് ആണ് അപ്പോൾ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള മെഷീനറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 10% എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ കഴിഞ്ഞ് അതിന്റെ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? എത്രയാണോ മെഷീനറിയുടെ എമൗണ്ട് ഇൻറ്റു 100/90 ചെയ്യുമ്പോൾ ഫുൾ വാല്യൂ കിട്ടും. എന്നിട്ട് ആ ഫുൾ വാല്യൂ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് നോക്കിയിട്ട് വേണം ഇത് റീവാല്യൂ ചെയ്തപ്പോൾ കൂടിയതാണോ കുറഞ്ഞതാണോ എന്ന് നമുക്ക് നോക്കാൻ. ഇവർ വന്ന സമയത്ത് ഹോൾഡിംഗ് കമ്പനി ഷെയർസ് അക്വയർ ചെയ്യുന്ന സമയത്ത് അത് റീവാല്യൂ ചെയ്തപ്പോൾ 2,50,000 rupees ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. Second point, H Limited made payment by a check of rupees 10,000 to S Limited on 27th March 2015 for repayment of loan which was received by S Limited in April 2015. H Limited ഒരു ചെക്ക് പേയ്മെന്റ് നടത്തി. 10,000 rupeesന്റെ ഒരു ചെക്ക് പേയ്മെന്റ് ആണ്. അത് ആർക്കാ കൊടുത്തിരിക്കുന്നത്? ടു എസ് ലിമിറ്റഡ്. കാരണം എസ് ലിമിറ്റഡ് നോക്കിയ അസറ്റ്സിൽ കറണ്ട് അസറ്റ്സിൽ ലോൺ ടു എച്ച് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് എസ് ലിമിറ്റഡ് ഒരു 10,000 കിട്ടാനുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഹോൾഡിംഗ് കമ്പനി അത് പേ ചെയ്തു. എങ്ങനെയാ പേ ചെയ്തിരിക്കുന്നത്? ചെക്ക് ആയിട്ടാണ് പേ ചെയ്തിരിക്കുന്നത്. അത് എന്നാണ് പേ ചെയ്തത്? 27th March 2015. അപ്പോ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ നിന്ന് വാങ്ങിയ 10,000 അവര് 27th March കൊടുത്തു കഴിഞ്ഞു. അവർ ചെക്ക് പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അവർ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയ ലയബിലിറ്റിയിൽ എമൗണ്ട് ഉണ്ടാവോ? ഇല്ല. നമുക്ക് നോക്കാം. ലയബിലിറ്റി സൈഡില് ലോൺസ് എന്ന് പറഞ്ഞ് ഹോൾഡിംഗ് കമ്പനിക്ക് എച്ച് ലിമിറ്റഡിന് 1,10,000 31st March 2015 പ്രിപ്പയർ ചെയ്ത ഈ ബാലൻസ് ഷീറ്റിലാണ് ലോൺസ് 1,10,000 കിടക്കുന്നത്. ഇതില് സബ്സിഡറി കമ്പനിക്ക് കൊടുക്കേണ്ട 10,000 ഉണ്ടോ? ഇല്ല. കാരണം 27th March അവർ ചെക്ക് എഴുതി പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ. സോ 1,10,000 എന്തില്ല? ഈ ഹോൾഡിംഗ് കമ്പനിയുടെ 1,10,000 എന്തില്ല? സബ്സിഡറിക്ക് കമ്പനിക്ക് കൊടുക്കാനുള്ള 10,000 ഇല്ല. അപ്പൊ റിയൽ ലോൺ എന്ന് പറഞ്ഞാൽ 1,20,000 ആയിരുന്നു. അതിൽ നിന്ന് അവർ 10,000 ചെക്ക് എഴുതിയപ്പോൾ ആ 10,000 കുറച്ച് ബാക്കിയുള്ള ലോൺ ആണ് ഇവിടെ കിടക്കുന്നത്. ഇത് കംപ്ലീറ്റും ഔട്ട്സൈഡേഴ്സിനുള്ള ലോൺ ആണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്ന പോയിന്റില്? സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നു എച്ച് ലിമിറ്റഡ് മെയ്ഡ് പേയ്മെന്റ് ബൈ എ ചെക്ക് ഓഫ് rupees 10,000 to S Limited on 27th March 2015 for repayment of loan which was received. അത് റിസീവ് ചെയ്തു എസ് ലിമിറ്റഡ് in April 2015. അപ്പോ ഈ ചെക്ക് പേയ്മെന്റ് നടത്തി ചെക്ക് കിട്ടി. ചെക്ക് അത് റിസീവ് ചെയ്തു എസ് ലിമിറ്റഡ്. പക്ഷെ എന്നേ കിട്ടിയുള്ളൂ? ഏപ്രിലാണ് കിട്ടിയുള്ളൂ. നമ്മളുടെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഈ ബാലൻസ് ഷീറ്റ് എന്നാ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? 31st March 2015. അത് കഴിഞ്ഞ് അതിന്റെ പിന്നത്തെ മാസമാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. സോ അവർക്കത് കിട്ടി.
അല്ലെങ്കിൽ ഞങ്ങളത് കിട്ടിക്കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു എമൗണ്ട് കിട്ടാനില്ല എന്ന് അവർ കാണിക്കുമോ? ഇല്ല, അവർക്കത് ഏപ്രിലാണ് കിട്ടിയിരിക്കുന്നത്. 31 മാർച്ച് 2015 പ്രിപ്പയർ ചെയ്ത ഈ ബാലൻസ് ഷീറ്റിൽ ഇപ്പോഴും ലോൺ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് 10,000 എന്ന് പറയുന്നത്. സോ അവർക്ക് കിട്ടിയില്ല, സോ ലോൺ അവിടെ ഉണ്ട്. കിട്ടിയിരുന്നുവെങ്കിൽ അത് ക്യാഷ് ആയിട്ട് അവർ റിസീവ് ചെയ്തേനെ, അപ്പോൾ ബാങ്ക് ബാലൻസും മാറിയേനെ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എച്ച് ലിമിറ്റഡ് ചെക്ക് എഴുതി പേ ചെയ്തു. അപ്പോൾ അവർ ക്യാഷ്, അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ ബാങ്ക് ബാലൻസ് ആയിട്ടുള്ള 1,20,000 റുപ്പീസിൽ നിന്ന് 10,000 ഓൾറെഡി പോയി കഴിഞ്ഞു. പക്ഷെ എസ് ലിമിറ്റഡിന് ഈ വർഷം കിട്ടിയോ? കിട്ടിയില്ല. സോ ആ എങ്ങും എത്താത്ത, ഇവിടെ നിന്ന് പോയോന്ന് വെച്ചാൽ പോയി, അവിടെ കിട്ടിയോന്ന് വെച്ചാൽ കിട്ടിയില്ല. സോ ദാറ്റ് ഇസ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അല്ലെങ്കിൽ റെമിറ്റൻസ് ഇൻ ട്രാൻസിറ്റ് ആണ് 10,000. അപ്പോൾ റിയൽ ക്യാഷ് എമൗണ്ട് അല്ലെങ്കിൽ റിയൽ ബാങ്ക് ബാലൻസ് കാണണമെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അല്ലെങ്കിൽ റെമിറ്റൻസ് ഇൻ ട്രാൻസിറ്റ് ആഡ് ചെയ്യണം. അപ്പോഴാണ് റിയൽ ആയിട്ട് അത് നമുക്ക് എത്രയാണ് ബാങ്ക് ബാലൻസ് അറിയാൻ പറ്റുള്ളൂ. സോ നമ്മളൊന്ന് ആലോചിച്ചു, ഇപ്പൊ നമ്മൾ ഈ പ്രോബ്ലം അനുസരിച്ച് 10,000 റുപ്പീസ്, അത് 10,000 ക്രോർ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10,000 ക്രോർ നിങ്ങളൊന്ന് ആലോചിക്കൂ. ഹോൾഡിംഗ് കമ്പനിയുടെ ബാങ്ക് ബാലൻസിലുണ്ടോ എമൗണ്ട്? ഇല്ല. സബ്സിഡറി കമ്പനിക്ക് ആ എമൗണ്ട് കിട്ടിയോ? ഇല്ല. സോ 10,000 crore is a huge amount. That is cash in transit or remittance in transit ആണ് അല്ലേ? സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് ബാലൻസിന്റെ കൂടെ ആ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം അത് എച്ച് ലിമിറ്റഡിൽ നിന്ന് പോയി എസ് ലിമിറ്റഡിൽ എത്തിയിട്ടുമില്ല, അത് ഓൺ ദ വേ ആണ്. സോ അത് ആഡ് ചെയ്യണം. ദാറ്റ് ഇസ് റെമിറ്റൻസ് ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിൽ ഉള്ളത്. ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 1 lakh rupees. സോ അതിന് 10% ഡിവിഡൻഡ് കൊടുക്കാനുണ്ട്. പിന്നെ ലോണിന്റെ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ലോൺ ഓൾറെഡി ഹോൾഡിംഗ് കമ്പനി പേ ചെയ്തു, അതുകൊണ്ട് അവരുടെ ബാങ്ക് ബാലൻസിൽ ആ 10,000 ഇപ്പോൾ ഇല്ല. പക്ഷെ സബ്സിഡറിക്ക് അത് കിട്ടാത്തത് കൊണ്ട് ഇപ്പോഴും ലോൺ കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് സബ്സിഡറി കമ്പനി എഴുതി വെച്ചിരിക്കുന്നത്. ആ 10,000 ചെക്ക് പേയ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന്, അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ ബാങ്ക് ബാലൻസിൽ നിന്ന് അത് പോയി കഴിഞ്ഞു. പക്ഷേ സബ്സിഡറി കമ്പനിയുടെ ബാങ്ക് ബാലൻസിൽ എത്തിയിട്ടുമില്ല 31 മാർച്ച് 2015. പിന്നെ മെഷീനറിക്ക് ഒരു ഡിപ്രിസിയേഷൻ ഉണ്ട് 10%, കൂടാതെ മെഷീനറി റീവാലുവേഷൻ ഉണ്ട്. അതുകൂടാതെ ജൂലൈ 5th ഒരു ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. 12% ആണ് ഡിവിഡൻഡ്. അതും കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിനാണ്, അതായത് ഇവർ വരുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റിന്മേലാണ്. സോ അത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ് ആ 12% ഡിവിഡൻഡ് പേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ചെയ്തു നോക്കാം പ്രോബ്ലം. സോ സ്റ്റെപ്പ് നമ്പർ 1, ഡേറ്റ് ഓഫ് അക്വിസിഷൻ 1st April 2017. സോറി, ഇത് 1st April 2015 ആണ് കേട്ടോ. 1st April 2015. ദെൻ സ്റ്റെപ്പ് നമ്പർ 2, ഹോൾഡിംഗ് കമ്പനി മൈനോറിറ്റിയുടെ റേഷ്യോ ആണ്. നമുക്കറിയാം 80% ഷെയർസ് ആണ് അക്വയർ ചെയ്തിട്ടുള്ളത്. സോ 80:20 ആണ്. ദാറ്റ് ഇസ് 4:1. അതിന് നമുക്ക് റുപ്പീസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മൊത്തം 3 lakh rupees ആണ് സബ്സിഡറി കമ്പനിയുടെ ക്യാപിറ്റൽ ഉള്ളത്. അതിൽ 80% എന്ന് പറഞ്ഞാൽ 2,40,000 rupees ഹോൾഡിംഗിന്റെയും ബാലൻസ് ഒരു 60,000 rupees മൈനോറിറ്റീസിന്റെയുമാണ്. സ്റ്റെപ്പ് നമ്പർ 3, നമ്മൾ 3 and 4 ഒരുമിച്ച് അങ്ങ് ചെയ്യുവാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ജനറൽ റിസർവ് ഉണ്ട്. ജനറൽ റിസർവ് സബ്സിഡറി കമ്പനിക്ക് 1,50,000 rupees ആണ് ടോട്ടൽ. അതിൽ 1st April ഇവരുടെ ബാലൻസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 80,000 rupees ആണ്. അതുകൊണ്ട് റവന്യൂ റിസർവ് എത്രയായിരിക്കും? 70,000. ബാക്കിയുള്ള 70,000 അത് റവന്യൂ റിസർവ് ആണ്, പോസ്റ്റ് അക്വിസിഷൻ പീരീഡിലെ റിസർവ് ആണ്. ദെൻ സർപ്ലസ് അക്കൗണ്ടിൽ ഇവർ വരുമ്പോൾ അല്ലെങ്കിൽ ഷെയർസ് അക്വയർ ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ 1st April 2014 40,000 rupees ആണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു. അപ്പോ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് മേലാണ് 12% ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 12% എടുത്ത് അതിൽ നിന്ന് ഒരു 12% ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി എമൗണ്ട് എടുത്തിട്ടുണ്ട്. എത്ര എമൗണ്ട് ആയിരിക്കും എടുത്തിട്ടുള്ളത്? മൊത്തം സബ്സിഡറി കമ്പനിയുടെ ക്യാപിറ്റൽ 3 lakh ആണ്. 3 lakhന്റെ 12% ആണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. അതായത് ഒരു 36,000 rupees ആണ് വേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നല്ല അത് എടുക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1st April ഓപ്പണിംഗ് ബാലൻസിൽ നിന്നല്ല എടുക്കേണ്ടത്. സോ 40,000 നിന്ന് 36,000 കുറച്ചു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസിൽ ഇനി എത്രേ ബാക്കിയുള്ളൂ? 4,000 ബാക്കിയുള്ളൂ. ശരിക്കും മനസ്സിലാക്കണം, സർപ്ലസ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസിൽ 40,000 ഉണ്ടെന്ന് പറഞ്ഞു.
കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് മേലാണ്, അതായത് ഈ 40,000 റുപ്പീസിൽ നിന്നാണ് നമുക്കൊരു 36,000 ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. സോ 3 lakh ക്യാപിറ്റൽ ഉണ്ട്, 3 lakhന്റെ 12% ആണ് കൊടുക്കേണ്ടത്. സോ 36,000 റുപ്പീസ് ആണ് ഡിവിഡൻഡ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി പെയ്ഡ് ആണ് ജൂലൈയിൽ. സോ ബാക്കി ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 40,000 ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 4,000. ആ 4,000ഉം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണല്ലോ, 4,000. സോ ക്യാപിറ്റൽ പ്രോഫിറ്റ് കോളത്തിൽ നമ്മൾ എഴുതി. ഇനി ഈ ബാലൻസ് ഷീറ്റ് പ്രകാരം ബാലൻസ് ഷീറ്റ് നോക്കിക്കോളൂ. സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ സർപ്ലസ് അക്കൗണ്ടിൽ 80,000 റുപ്പീസ് ആണുള്ളത്. സർപ്ലസ് അക്കൗണ്ടിൽ എത്രയുണ്ട്? 80,000. ആ 80,000ൽ ഓപ്പണിംഗ് ബാലൻസിൽ ബാലൻസ് ഉള്ള 4,000 എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. ബാക്കിയുള്ള 76,000 എന്തായിരിക്കും? റവന്യൂ പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പൊ 31st March 2015 ആയപ്പോൾ സബ്സിഡറി കമ്പനിക്ക് 80,000 റുപ്പീസ് ആണ് ഉള്ളത്. ഓപ്പണിംഗ് ബാലൻസ് 40,000 ഉണ്ട്, പക്ഷെ ആ 40,000ൽ നിന്നാണ് ഡിവിഡൻഡ് ജൂലൈയിൽ കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതായത് ഓപ്പണിംഗ് ബാലൻസിൽ ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 4,000. ആ 4,000 ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. സോ 80,000ൽ നിന്ന് 4,000 കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് എന്തായിരിക്കും? 76,000. അത് റവന്യൂ പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഒരു പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാനുണ്ട്. പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കേണ്ടത്, അല്ല ഈ വർഷമാണ് കൊടുക്കേണ്ടത്. ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കേണ്ടത്. 10% ആണ്. 1 lakh റുപ്പീസ് ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉള്ളത്. അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസ്. അത് റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇനി റീവാലുവേഷൻ ഉണ്ട്. സ്റ്റെപ്പ് നമ്പർ 3 and 4ൽ തന്നെയാണ് ചെയ്യേണ്ടത്. റീവാലുവേഷൻ ഓഫ് മെഷീനറി. ബാലൻസ് ഷീറ്റ് പ്രകാരം മെഷീനറി 2,70,000 റുപ്പീസ് ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ കാണിച്ചിട്ടുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ 10% ആണ് ഡിപ്രിസിയേഷൻ പറഞ്ഞു. സോ ഓപ്പണിംഗ് ബാലൻസ് കണ്ടെത്താൻ 2,70,000 into 100/90. സോ ഫസ്റ്റ് ഏപ്രിൽ എമൗണ്ട് എത്രയായിരിക്കും? 3 lakh റുപ്പീസ് ആയിരിക്കും. അത് ഫസ്റ്റ് ഏപ്രിൽ തന്നെ റീവാല്യൂ ചെയ്തു എന്ന് പറഞ്ഞു. എത്ര എമൗണ്ട് ആണ് റീവാല്യൂ ചെയ്തിരിക്കുന്നത്? 2,50,000. അതായത് ഒരു 50,000 3 lakhൽ നിന്ന് 2,50,000 ആയിട്ട് കുറഞ്ഞു. 50,000 എന്താണ്? കുറവാണ്, ക്യാപിറ്റൽ ലോസ് ആണ്. ക്യാപിറ്റൽ ലോസ് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. അവിടെ നമുക്ക് കുറയ്ക്കണം. -50,000. എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ആ കുറഞ്ഞ എമൗണ്ട് ഡിപ്രിസിയേഷൻ അപ്പോൾ തന്നെ നമുക്ക് റവന്യൂ പ്രോഫിറ്റിൽ ആഡ് ചെയ്യാനുണ്ട്. ഉടനെ കണ്ടുപിടിക്കാം. ഡിപ്രിസിയേഷൻ ഓൺ റിവാല്യൂഡ് എമൗണ്ട് 50,000ന്റെ 10% ആണ് ഡിപ്രിസിയേഷൻ, 5,000. ആ 5,000 നമ്മൾ എവിടെ ആഡ് ചെയ്യണം? റവന്യൂ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇവിടെ 6 മാസമെന്നോ 7 മാസമെന്നോ ഒന്നുമില്ല. കാരണം ഫസ്റ്റ് ഏപ്രിൽ തന്നെയാണ് ഇത് റീവാല്യൂ ചെയ്യുന്നത്. അപ്പൊ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഏപ്രിൽ മുതൽ 31st March വരെയാണ്. അതുകൊണ്ട് 12 മാസത്തെ ഡിപ്രിസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ദാറ്റ് ഈസ് 5,000. ഇനി എങ്ങാനും ഇത് ഒരു ജൂലൈ മാസത്തിലൊക്കെ ആയിരുന്നുവെങ്കിൽ ജൂലൈ മുതലുള്ള ഡിപ്രിസിയേഷൻ നമുക്ക് ആഡ് ബാക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഫസ്റ്റ് ഏപ്രിലാണ് മെഷീനറി റീവാല്യൂ ചെയ്യുന്നത്. സോ അതിൽ നിന്ന് എമൗണ്ട് കുറഞ്ഞു ഒരു 50,000. സോ ഒരു വർഷത്തേക്കുള്ള ഡിപ്രിസിയേഷൻ നമുക്ക് ആഡ് ബാക്ക് ചെയ്യണം. റവന്യൂ പ്രോഫിറ്റിലാണ് ആഡ് ബാക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ റീവാലുവേഷൻ സമയത്ത് അസറ്റിന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ കൂടിയ എമൗണ്ടിന്റെ ഡിപ്രിസിയേഷൻ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. ഇനി റീവാലുവേഷൻ സമയത്ത് ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ, കുറയാണ് എമൗണ്ട് എങ്കിൽ, ആ കുറഞ്ഞ എമൗണ്ട് ഡിപ്രിസിയേഷൻ റവന്യൂ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ടോട്ടൽ ചെയ്യാം. ക്യാപിറ്റൽ റിസർവ്, റവന്യൂ റിസർവ് ആൻഡ് റവന്യൂ പ്രോഫിറ്റ് 4:1 റേഷ്യോ ആണ്. ഹോൾഡിംഗ് കമ്പനിക്കും മൈനോറിറ്റീസിനും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ക്യാപിറ്റൽ റിസർവിലുള്ള ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ സ്റ്റെപ്പ് നമ്പർ 6ലേക്കും, പിന്നെ അതേപോലെ റവന്യൂ റിസർവ്സും റവന്യൂ പ്രോഫിറ്റ്സും രണ്ടും, റവന്യൂ റിസർവ്സും റവന്യൂ പ്രോഫിറ്റ്സും സ്റ്റെപ്പ് നമ്പർ 8ലേക്ക്, ഹോൾഡിംഗ് കമ്പനിയുടെ സ്റ്റെപ്പ് നമ്പർ 8ലേക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസ് സ്കെഡ്യൂളിലേക്ക് പോകണം. ദെൻ മൈനോറിറ്റീസിന്റെ പോർഷൻസ്, മൈനോറിറ്റീസിന്റെ 3 എമൗണ്ട്സും 6,800, 14,000 and 14,200 3 എമൗണ്ടും സ്റ്റെപ്പ് നമ്പർ 5ലേക്കും പോകണം. Then step number 5, calculation of non-controlling interest or minorities interest. ആദ്യം അവർക്ക് കൊടുക്കേണ്ട ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2ൽ എഴുതി വെച്ചിട്ടുണ്ട്. 60,000 റുപ്പീസ് ആണ്. ദെൻ ഹോൾഡിംഗ് കമ്പനിക്ക് പ്രിഫറൻസ് ഷെയറിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. സോ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ടും ഔട്ട്സൈഡേഴ്സിന്റെ ആണ് 1 lakh. അതിലുള്ള പ്രിഫറൻസ് ഡിവിഡൻഡ് അവർക്ക് തന്നെ കൊടുക്കാനുള്ളതാണ് 10,000. Then unclaimed dividend is there in this balance sheet of subsidiary company 5,000. It should be added to the non-controlling interest.
Then step number 4 capital reserve, revenue reserve and revenue profits of minorities. എല്ലാം ആഡ് ചെയ്യുമ്പോൾ 2,10,000. Step number 9 consolidated balance sheet liability side എഴുതേണ്ടതാണ് non controlling interest. Then step number 6 cost of control. Cost of control calculate ചെയ്യാൻ equation cost of investment minus value of investment ആണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഡിവിഡൻഡ് ഇവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ പേ ചെയ്തിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്തു, പേ ചെയ്തു ജൂലൈയിലാണ്, അതും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എമൗണ്ട് ഇൻവെസ്റ്റഡ് മൈനസ് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് സബ്സിഡറി. ഹോൾഡിംഗ് കമ്പനി എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഹോൾഡിംഗ് കമ്പനി എത്ര ഡിവിഡൻഡ് റിസീവ് ചെയ്തു പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന്, അപ്പോഴാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കണക്കാക്കാൻ പറ്റുള്ളൂ, റിയൽ കോസ്റ്റ്. ഇവിടെ 3 lakh rupeesൽ 2,40,000 rupees ആണ്, 2,40,000 rupeesന്റെ ഷെയർ ആണ് അക്വയർ ചെയ്തിട്ടുള്ളത് ഹോൾഡിംഗ് കമ്പനി. അതിനുവേണ്ടി ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 3 lakh rupees ആണ് അല്ലേ. പിന്നെ ഇവർ 3 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ അതേ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് ഇങ്ങോട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കുള്ള കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് ഇവർ റിസീവ് ചെയ്ത ഡിവിഡൻഡ് ലെസ് ചെയ്യുമ്പോഴല്ലേ റിയൽ കോസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. സോ ഇവിടെ റിയൽ കോസ്റ്റ് എത്രയാണ്? 36,000 rupees ആണ് ഡിവിഡൻഡ് സബ്സിഡറി കമ്പനി പേ ചെയ്തിട്ടുള്ളത്. അതിൽ 4:1 റേഷ്യോ, ദാറ്റ് ഇസ് 4/5 പോർഷൻ ആണ് ഹോൾഡിംഗ് കമ്പനിയുടെ. സോ അവർക്ക് എത്ര കിട്ടും? 28,800. അത് കുറച്ച് ബാക്കിയുള്ളതാണ് റിയൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓർ അഡ്ജസ്റ്റഡ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 2,71,200. ഓക്കെ. സോ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 1 lakh rupeesന്റെ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, അതിൽ നിങ്ങൾക്ക് ഒരു 10,000 rupees ഡിസ്കൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 90,000 rupees അല്ലേ കോസ്റ്റ് ആയിട്ടുള്ളൂ. ആ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ. ഈ ഹോൾഡിംഗ് കമ്പനി 3 lakh rupees ഇൻവെസ്റ്റ്മെന്റ് നടത്തി, അതേ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് റിസീവ് ചെയ്തു, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ മാത്രമാണ് കേട്ടോ. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൽ നിന്ന് 28,800 rupees ഇവർ ഇങ്ങോട്ട് റിസീവ് ചെയ്തു. സോ റിയൽ കോസ്റ്റ് എത്രയേ ഉള്ളൂ? 2,71,200. Then value of investment. Value of investment is equal to share capital plus pre-acquisition profit. Share capital subsidiary company holding in 2,40,000 rupees in share capital ഉണ്ട്. അതേപോലെ step number 4 അനുസരിച്ച് pre-acquisition profit ഒരു 27,200. So add 2,67,200. So cost of investment minus value of investment. Cost of investment is more than value of investment. The difference is goodwill, that is 4,000. Step number 7 intercompany transactions ആണ്. ലോണിന്റെ കാര്യം എടുക്കാം. ലോൺ to H Limited ഉണ്ട് അല്ലേ. ലോൺ to H Limited by subsidiary company 10,000 അസറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഒരു 10,000 rupees ഹോൾഡിംഗ് കമ്പനി കൊടുത്തിട്ടുണ്ട്. സോ ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഇപ്പോൾ, അതായത് 31st March 2015 1,10,000 rupees ആണ്. പക്ഷേ അതിൽ നിന്ന് 27th Marchലേ അവരൊരു 10,000 ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അതായത് ഹോൾഡിംഗ് കമ്പനിയുടെ റിയൽ ലോൺ എത്രയാണ്? 1,20,000 rupees. അതായത് 1,10,000 നിന്ന് ഒരു 10 ഓൾറെഡി പോയി കഴിഞ്ഞു. സോറി, 1,10,000ന്റെ കൂടെ ഒരു 10,000 rupees ഉണ്ടായിരുന്നു. ആ 10,000 ആണ് പേ ചെയ്തത്. സോ റിയൽ ആയിട്ടുള്ള ലോൺ എത്രയുണ്ട്? സബ്സിഡറി കമ്പനിക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് 1,20,000. അതിൽ ഇവർ തമ്മിലുള്ള മ്യൂച്വൽ ഓവിങ് എത്രയാണ്? 10,000. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 7 നമ്മൾ മ്യൂച്വൽ ഓവിങ്സിൽ ലോൺ എടുക്കുന്നു. സോ ടോട്ടൽ 1,10,000 ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതുള്ളൂ. മനസ്സിലായല്ലോ അല്ലേ? സോ ബാലൻസ് ഷീറ്റിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ലോൺസ് എന്ന് പറഞ്ഞ് 1,10,000 rupees കാണിച്ചിട്ടുണ്ട്. ആ 1,10,000 rupeesൽ 27th Marchലേ അവരൊരു 10,000 പേ ചെയ്ത് കഴിഞ്ഞു. സോ 27th Marchൽ എത്ര രൂപ ലോൺ ഉണ്ടായിരുന്നു? 1,20,000. ആ 1,20,000ൽ 10,000 ആർക്ക് കൊടുക്കാനുള്ളതായിരുന്നു? ഈ പറയുന്ന സബ്സിഡറിക്കാണ്. സോ ഇവർ തമ്മിലുള്ള ആ ഒരു മ്യൂച്വൽ ഓവിങ് 10,000 നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിഡക്ട് ചെയ്യണം. അത് എന്തുകൊണ്ടാണ് ഡിഡക്ട് ചെയ്യുന്നു പറഞ്ഞാൽ, അപ്പുറത്തെ അസറ്റ് സൈഡിൽ 10,000 കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോഴും സബ്സിഡറി കമ്പനി കാണിച്ചിട്ടുണ്ട്. കാരണം ഇവിടുന്ന് ക്യാഷ് പോയിട്ടുണ്ട്, പക്ഷെ സബ്സിഡറി കമ്പനി അത് റിസീവ് ചെയ്തിട്ടില്ല 31st March 2015. അപ്പൊ ലോൺ അങ്ങനെയാണ്. ദെൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്. ബാങ്ക് ഒരു 1,20,000 ഹോൾഡിങ്ങിനും 1,10,000 സബ്സിഡറിക്കും ഉണ്ട്. ഈ ബാങ്ക് ബാലൻസ് 31st Marchൽ
1,20,000 ആണ് ഹോൾഡിങ്ങിനുള്ളത്. പക്ഷെ ഇതിൽ ഒരു 10,000 rupees 27th മാർച്ച് ഒരു ചെക്ക് എഴുതി കഴിഞ്ഞു. സോ ഇവിടെ നിന്ന് അത് പോയി കഴിഞ്ഞു. പക്ഷെ സബ്സിഡറി കമ്പനിയിൽ അത് എത്തിയില്ല. എത്താത്ത സ്ഥിതിക്ക് ആ 10,000 എന്താണ് റെമിറ്റൻസ് ഇൻ ട്രാൻസിറ്റ് ഓർ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണ്. സോ the real bank balance is 2,40,000. Step number 8, reserves and surplus schedule ആണ്. ഹോൾഡിംഗ് കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള ജനറൽ റിസർവ് 4 lakh, ഹോൾഡിംഗ് കമ്പനിയുടെ സർപ്ലസ് 2 lakh. ദെൻ സ്റ്റെപ്പ് നമ്പർ 4 റവന്യൂ പാർട്ട്, റവന്യൂ റിസർവും റവന്യൂ പ്രോഫിറ്റും എടുക്കുന്നു. ദെൻ ഡിവിഡൻഡ് ഫ്രം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, ഇവര് സബ്സിഡറി കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡിവിഡൻഡ് റിസീവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ജൂലൈയിൽ. അപ്പോൾ ഇവരുടെ സർപ്ലസിൽ അത് വന്നു കഴിഞ്ഞു. പക്ഷെ ഇത് ഇവരുടെ സ്വന്തം കമ്പനി തന്നെയല്ലേ, ഹോൾഡിംഗ് കമ്പനിയുടെ സ്വന്തം കമ്പനി തന്നെയല്ലേ സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. സോ അവിടെ ഒരു 28,800 സർപ്ലസിൽ വന്നത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഡിവിഡൻഡ് ഫ്രം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിലാണ് അത് ലെസ് ചെയ്യേണ്ടത് 28,800. സോ 6,84,000. ഇതാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടത്. നെക്സ്റ്റ് ഇസ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. As on 31st March 2015 ആണ്. 31st March 2015 ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ക്യാപിറ്റൽ ഹോൾഡിംഗ് കമ്പനിയുടെ ക്യാപിറ്റൽ 8 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 8 6,84,000, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് 2,10,000, ലോൺസ് സ്റ്റെപ്പ് നമ്പർ 7 നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും കഴിഞ്ഞ് 1,10,000, ക്രെഡിറ്റേഴ്സ് രണ്ട് കമ്പനിയുടെയും കൂടെ ആഡ് ചെയ്യുന്നു 2,40,000, ബിൽസ് പേയബിൾ 4,000. അൺക്ലെയിംഡ് ഡിവിഡൻഡ് നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല, അത് ഓൾറെഡി നമ്മൾ മൈനോറിറ്റീസിന് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൽ വന്നിട്ടുണ്ട്. ദെൻ അസറ്റ് സൈഡിൽ ഫിക്സ്ഡ് അസറ്റ്സിൽ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ്സിൽ മെഷീനറിയിൽ രണ്ട് കമ്പനിയുടെയും കൂടെ ആഡ് ചെയ്യുന്നു 8,95,000. അതിലൊരു ലോസ് ഓൺ റീവാലുവേഷൻ ഉണ്ട് 50,000, മെഷീനറിയുടെ ലോസ് 50,000. അതിന്റെ ഡിപ്രിസിയേഷൻ നമുക്ക് ആഡ് ബാക്ക് ചെയ്യണം, ദാറ്റ് ഇസ് 5,000. സോ ടോട്ടൽ മെഷീനറി ഈസ് 8,50,000. പിന്നെ ഫർണിച്ചർ ഉണ്ട്, ഫർണിച്ചർ ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി ആഡ് ചെയ്യുന്നു 1,35,000. സോ ടോട്ടൽ ഫിക്സ്ഡ് അസറ്റ് 9,85,000. അതേപോലെ കറണ്ട് അസറ്റ്സിലെ ഇൻവെന്ററീസ് രണ്ട് കമ്പനിയുടെയും ലൈൻ ബൈ ലൈൻ അഡീഷൻ ആണ്. ട്രേഡ് റിസീവബിൾസും ലൈൻ ബൈ ലൈൻ അഡീഷൻ. അതേപോലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് അത് 2,40,000 നമ്മളിത് ചെയ്തു വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 7 ബാങ്ക് ബാലൻസിന്റെ കൂടെ ക്യാഷ് ആൻഡ് ട്രാൻസിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള 2,40,000 rupees ആണ് കറണ്ട് അസറ്റ്സ്, ദാറ്റ് ഇസ് 10,60,000. സോ ടാഞ്ചിബിൾ. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ടാഞ്ചിബിൾസിൽ രണ്ടും വരും, അതായത് ഫിക്സ്ഡ് അസറ്റ്സ് മെഷീനറിയും അതേപോലെ ഫർണിച്ചറും വന്നു ടാഞ്ചിബിളിൽ. ഇൻടാഞ്ചിബിൾ ഗുഡ്വിൽ ആണ്. നമുക്ക് സ്റ്റെപ്പ് നമ്പർ 6 ഗുഡ്വിൽ ഒരു 4,000 rupees കിട്ടിയിട്ടുണ്ട് കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേഷനിൽ, ദാറ്റ് ഇസ് 4,000. സോ ടോട്ടൽ ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയുന്നത് 9,89,000. ദെൻ കറണ്ട് അസറ്റ്സ് 10,60,000. സോ ടോട്ടൽ അസറ്റ്സ് 20,49,000 rupees. So here is a problem to learn the treatment of dividend from the pre-acquisition profit of subsidiary company, and also a treatment of revaluation of asset is there, and also a treatment of remittance in transit. Hope you understand all these treatments from these questions. Thank you.